പേട്രിയോട്ട് മലയാളത്തിന്റെ ദുരന്തർ. നമുക്കറിയാം ദുരന്തർ 1, 2 ഒക്കെ ഗംഭീര കളക്ഷനാണ്, എക്കാലത്തെയും മികച്ച കളക്ഷനോട്ട് മുന്നോട്ട് പോവുകയാണ്. ദുരന്തർ 2 അല്ലെങ്കിൽ ദുരന്തർ 1 കാണുമ്പോൾ നമുക്ക് ഇനി ഇതിപ്പം രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആ സിനിമ തിയേറ്ററിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കേ അത് കാണാൻ പറ്റത്തുള്ളൂ. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത, നമുക്ക് ദേശസ്നേഹം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന റിയലായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര വയലൻസ് ഉള്ളൊരു സിനിമയാണ്. പക്ഷേ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരുപാട് സീനുകളും ഗംഭീര മേക്കിങ്ങും ആദ്യത്തെ തറ ഗംഭീരമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ ഇപ്പം ഏപ്രിൽ 23 റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന പേട്രിയോട്ടും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഇപ്പം വരുന്ന സ്ട്രോങ് റൂമേഴ്സ് അങ്ങനെ കാണാം. കാരണം ഇതും ദേശസ്നേഹം തുളുമ്പുന്നൊരു ചിത്രം തന്നെ ആയിരിക്കുമെന്നാണ് പേട്രിയോട്ടും പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇതിനകത്ത് ദുരന്തത്തിനകത്ത് ഗംഭീര വയലൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വയലൻസ് ഒന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പല രാഷ്ട്രീയ കാര്യങ്ങളും ഇതിനകത്ത് പേട്രിയോട്ടിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ അറിയാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മറ്റേതിനകത്ത് രൺവീർ സിംഗ് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആദ്യത്തെ പാർട്ടിൽ അക്ഷയ് ഖന്ന അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ മികച്ച 2 അഭിനേതാക്കളാണ്. മമ്മൂട്ടിയും മോഹൻലാലും മതിയല്ലോ, അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ മുതലുകൂടെ കാണല്ലോ. അവരുടെ സ്റ്റാറുകൾ മാത്രമല്ല, അവർ രണ്ടുപേരും മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറും എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർ രണ്ടുപേരും ഗംഭീര അഭിനേതാക്കളാണ്. അവരുടെ അഭിനയോടെല്ലാം ഒത്തു വന്നാൽ ദുരന്തന്റെ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നല്ല, പക്ഷെ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കളക്ഷനിലേക്ക് ചിലപ്പം നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഹൈ ക്ലാസ് സിനിമയായിരിക്കും പ്രതീക്ഷിക്കുന്നത്, ഒരിക്കലും ഒരു മാസ് മസാല പടമല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ദേശസ്നേഹം തുളുമ്പുന്ന ചിത്രം തന്നെ ആയിരിക്കും പേട്രിയോട്ട് എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരുമിക്കൽ ഒരു റെക്കോർഡ് ചരിത്രം സൃഷ്ടിക്കുന്നുള്ളത് ഉറപ്പാണ്.